എല്ലാവരുടെയും പ്രശ്നം മുടി കൊഴിച്ചിലാണല്ലേ? എൻ്റെയും അത് തന്നെയായിരുന്നു പ്രശ്നം. ഞാൻ ഈ ഒരു ഓയിൽ തേച്ച് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയത്. ഈ ഒരൊറ്റ എണ്ണയുടെ യൂസ് കൊണ്ട് മാത്രമാണ്. ഇതിൽ ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നത് തന്നെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. എല്ലാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതിനകത്ത് പക്ഷേ ഞാൻ മൈലാഞ്ചി ആഡ് ചെയ്യാൻ മറന്നുപോയി. എനിക്ക് ആ മൈലാഞ്ചി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈലാഞ്ചി ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഉലുവ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് നവരയിലയും പിന്നെ കയ്യൂന്നിയാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെമ്പരത്തിയിലയും ഒരു പിടി ചെറിയ ഉള്ളിയാണ് ചേർത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നെല്ലിക്കയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് തെറ്റിപ്പൂവും പിന്നെ കറ്റാർവാഴ നമ്മൾ ആ ജെല്ലും കൂടാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഉലുവയാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ. ഇനി നമ്മളിതാ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി എണ്ണയായിട്ടൊന്ന് യോജിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മളുടെ ഈ മിക്സ് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ എണ്ണയായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോഴത്തേനും ഇതുപോലാണ് ഇരിക്കുന്നത്. നല്ല തിള വന്നതിന് ശേഷം നല്ലൊരു മണം തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്കിത് തീ ഓഫ് ചെയ്ത് വെക്കാവേ. ഇനി നമ്മൾ അരിച്ചെടുക്കാനാണ് പോകുന്നത്. ഒരു വെള്ള തുണിയെടുത്ത് നമ്മൾ ഈ എണ്ണ കുറേച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണേ. മാക്സിമം ഒരു 3 മാസമെങ്കിലും നിങ്ങളിത് തലയിൽ മുടങ്ങാതെ തേച്ചാൽ മതി. ആഴ്ച 1 വട്ടോ 2 വട്ടോ ഒക്കെ ആയിട്ട് തേച്ചാലും മതി. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കുപ്പിയിൽ ഒഴിച്ച് വെക്കാവുന്നതാണ്.